നമസ്കാരം. വളരെ രുചികരമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. ഒട്ടുമിക്ക കടകളിൽ നിന്നും 700-750 ഗ്രാം അളവിലുള്ള നൂഡിൽസുകൾ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അല്പം വലിപ്പമുള്ള പാത്രത്തിൽ 4 കപ്പ് വെള്ളം ചൂടാക്കാനായി വയ്ക്കാം. ഇത് 700-750 ഗ്രാമുള്ള നൂഡിൽസിൻ്റെ അളവിന് ഇത്രയും വെള്ളം മതിയാകും. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ മണമില്ലാത്ത ഏതെങ്കിലും റിഫൈൻഡ് ഓയിലുകൾ ഉപയോഗിക്കുന്നതാവും നല്ലത്. ഈ എണ്ണ ഒഴിക്കുന്നത് നൂഡിൽസുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ഇടാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നൂഡിൽസ് ഇടുക. നൂഡിൽസ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് പൂർണ്ണമായി വെന്തിട്ടുണ്ടാകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. തുടർന്ന് ഇതൊന്ന് വാർത്തെടുക്കാം. വെള്ളം വാർത്ത് മാറ്റുന്നതിനായി ഇതുപോലെ ഒരു തോർത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വായ്ക്കെട്ടി വച്ച ശേഷം അതിലേക്ക് നൂഡിൽസ് ഇടുന്നതാവും നല്ലത്. അപ്പോൾ വെള്ളം പൂർണ്ണമായും വാർന്ന് കിട്ടും. 5-10 മിനിറ്റ് കൊണ്ട് വെള്ളം വാർന്ന് നല്ല ഡ്രൈ ആയി കിട്ടും. നൂഡിൽസുകൾ വ്യത്യസ്തമായ രുചികൾ നമുക്ക് തന്നെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ തന്നെ നമുക്ക് എഗ്ഗ് ആണെങ്കിൽ എഗ്ഗ് നൂഡിൽസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കൻ നൂഡിൽസ് ആണെങ്കിൽ അതുണ്ടാക്കാം. അതിനെല്ലാം അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതിയാകും. ഇപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് എഗ്ഗ് നൂഡിൽസ് ആണ്. അതിനായി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുന്നു. അതിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അതിലേക്കൊരു 7ഓളം മുട്ടകൾ പൊട്ടിച്ചൊഴിക്കുന്നു. ഇതൊന്ന് നമ്മളൊന്ന് ചിക്കിയെടുക്കുമ്പോൾ, അതായത് തട്ടിപ്പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കാവശ്യമുള്ള എഗ്ഗ് നൂഡിൽസിൻ്റെ ഒരു രീതിയായി മാറി. ഇവയൊന്ന് ഈ മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. ഇതോടൊപ്പം 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതിയാകും. ഇപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് അതും വഴറ്റാം. ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് 1/2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. ഇനി മസാല ചേർക്കാം. ചിക്കൻ മസാല നമുക്ക് ചേർത്താൽ മതിയാകും. അല്ല എങ്കിൽ നൂഡിൽസ് വാങ്ങുന്ന സമയത്ത് തന്നെ പാക്കറ്റിനുള്ളിൽ ഇതുപോലുള്ള ചെറിയ മസാല പാക്കറ്റുകൾ ഉണ്ടാകും. അതും ഇതിനോടൊപ്പം ചേർക്കാം. ഇത് 2 പാക്കറ്റ് ഉണ്ട്. അത് ചേർത്തു മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മസാലയാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ മസാല ചേർത്താൽ മതിയാകും. ചില നൂഡിൽസ് പാക്കറ്റുകളിൽ ഈ മസാലക്കൂട്ട് ഉണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചിക്കൻ മസാല ചേർക്കാവുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. സോയാ സോസും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. നൂഡിൽസും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഈ സമയം തീ വളരെ കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് തട്ടിപ്പൊരിച്ചു വെച്ച മുട്ട ചേർക്കാം. മുട്ടയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലെ ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം. നൂഡിൽസ് വേവിച്ചപ്പോഴും മുട്ട ചിക്കിയെടുത്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. സോയാ സോസിലും ആവശ്യത്തിന് ഉപ്പുണ്ടാകും. അതിനാൽ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർക്കുക. വളരെ രുചികരമായ എഗ് നൂഡിൽസ് റെഡിയായിട്ടുണ്ട്. ഈ നൂഡിൽസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു രുചിയുമായി കാണാം നാളെ വൈകുന്നേരം 4 മണിക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.